അദ്ദേഹം എന്തൊക്കെ പറയുന്നത് രാവിലെയും വൈകുന്നേരവും എന്തെല്ലാം മാറ്റി മാറ്റി പറയുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ രാജേഷ് കൃഷ്ണൻ ബാലനും തമ്മിലുള്ള ബന്ധത്തിന് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് എതിരായിട്ടാണ്, അയ്യപ്പ ഭക്തർക്ക് എതിരായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന അഫിഡവിറ്റ് ആണല്ലോ. സത്യവാങ്മൂലം, അവിടെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം, അത് സർക്കാരിന്റെയാണ്. സർക്കാർ കൊടുത്തിരിക്കുന്ന UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിന് കൂട്ടുവയ്ക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. അത് അവിടെ നിൽക്കാണ്. അപ്പോൾ കാണിക്കുന്ന അയ്യപ്പ ഭക്തി കാപട്യമാണ്. ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ഇപ്പോഴും സർക്കാരിന്റെ നിലപാട് അതാണ് ആണല്ലോ. അതല്ലേ? അത് ചോദിക്കണ്ടേ ഞങ്ങൾക്ക്? ഞങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് ചെറുവിരലനക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ ഇത് അടുത്ത സർക്കാർ നടത്തിക്കോളും. ഇവര് നടത്തണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞ കാപട്യത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമല്ലേ. 9 വർഷം. എന്നാൽ ഞങ്ങള് UDF സർക്കാർ തുടങ്ങിയ വനം ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ? തൊട്ടില്ല. അവർ ചെറുവിരലനക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച അതിൽ ആർക്ക് വിശ്വാസമുണ്ട്? അല്ല, ഞങ്ങളെ ചോദിക്കുന്നത്, ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണിത്. ഈ ചോദ്യത്തിന് ഒരു ഗവൺമെന്റ് മറുപടി പറയട്ടെ. 9 കൊല്ലം എവിടെ പോയിരുന്നു ശബരിമല വികസനം? ഒരു അവ്യക്തതയില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. ഇതിപ്പോ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ല അവിടെ നടക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലല്ല കേക്ക്, അത് അപ്രസക്തമാണ്. ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗമൊന്നും അല്ലല്ലോ നടക്കും. ലെറ്റ് മീ കംപ്ലീറ്റ്. എന്നോട് ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഞങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയോ ഇല്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കുകയോ സമ്മേളനം നടത്താൻ? അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ, ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നെന്ന് ആർക്കും തർക്കമില്ലല്ലോ. അതിനുവേണ്ടി ആക്ഷേപം കേട്ട പിന്തിരിപ്പന്മാരല്ലേ ഞങ്ങൾ? ഫ്യൂഡലിസ്റ്റുകളല്ലേ? ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു. അല്ല, അതിന് മറുപടി പറയട്ടെ. തന്നെ. നിങ്ങളെങ്ങനെ ഞങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. എന്നിട്ട് അതിന്റെ സത്യസത്യത ചെയ്തില്ലല്ലോ. എന്നാ നിയമസഭയിൽ പറഞ്ഞ 4 കൊല്ലമായി. നിയമസഭയിൽ പറഞ്ഞിട്ട് 4 കൊല്ലം. നിയമസഭയിൽ 5 കൊല്ലം ആറായി, 4.5 കൊല്ലമായി. വന്നപ്പോ തന്നെ പറഞ്ഞാണ്. ഒറ്റ കേസും ഇവർക്കെതിരെ കേസ് നിൽക്കുകയാണ്. എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിൽക്കുകയാണ്. നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ NSS അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക. ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്ത് അയ്യപ്പ ഭക്തരുടെ കൂടെ നിന്ന് ഞങ്ങളിപ്പോഴും അത് തന്നെയാണ്. അല്ല, അത് ഞങ്ങൾക്കറിയില്ല. ഞാൻ മുന്നേ അത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാല്ല. അത് ഞാനും നിങ്ങൾ കേട്ട
അപ്പോ കേട്ടപ്പോ നിങ്ങളുടെ ഉള്ളിലും പുറത്തൊരു ചിരി വന്നാണ് ആ വാർത്ത വായിച്ചപ്പോൾ. അത് നമുക്കും വന്നു എന്നല്ലാതെ ഞങ്ങളാരും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല. എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കാലും അല്ല സത്യാവസ്ഥ.